ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു മുട്ടൻ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചെന്നാൽ ഇന്നലെ വൈകുന്നേരം തന്നെ എന്താണ് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് കിടന്നത് കേട്ടോ. ഇടിയപ്പവും മുട്ട റോസ്റ്റ് ആക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ച് അങ്ങനെയാണ് കിടന്നത്. രാവിലെ എണീറ്റ് വന്ന് ഇടിയപ്പത്തിന് പൊടി നനച്ചപ്പോഴുണ്ട് പൊടി നനച്ചപ്പോഴത്തേക്ക് വെള്ളം അല്പം കൂടിപ്പോയി കേട്ടോ. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചെന്നാൽ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. തേങ്ങയും ശർക്കരയൊക്കെ കുഴച്ച് ജീരകവും ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഉണ്ട പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടേ ഉണ്ട ഒഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിനായിട്ട് വാങ്ങിച്ച പൊടി ഈ ഒരു പാക്കറ്റ് ഇരിപ്പുള്ളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഇതെങ്ങനെ ഫ്ലോപ്പായി പോയത് കൊണ്ട് ഞാനിക്കുട്ടിതേ ഗോതമ്പ് ദോശയും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട റോസ്റ്റും റെഡിയാക്കി എടുത്ത്. അങ്ങനെ മക്കൾ അതാണ് കഴിച്ചത് കേട്ടോ. ഞങ്ങൾ ഉണ്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തൊക്കെ കറിക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് ഞാൻ തേങ്ങ അരച്ചു കൂട്ടി അത് കറിയാക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്കൊരു മെഴുക്ക് പുരട്ടിക്ക് പാവയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അവിയൽ വെച്ചിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് കുറച്ച് തുണികളെല്ലാം കഴുകിയ തുണികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുണികളെല്ലാം വിരിച്ചിട്ടേച്ച് ഞാൻ പിന്നെ നേരെ അടുക്കളയിൽ വന്നു. പിന്നെ ഊണ് കഴിക്കാനൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറും കറികളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി തരുന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അത് കഴിക്കാൻ വേണമെന്നും പറഞ്ഞിട്ട് അതൊന്ന് എടുത്ത് കൊടുക്കുകയാണേ. അങ്ങനെ എല്ലാവരും ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണിത്. വൈകുന്നേരം ഇതിപ്പോൾ ഒരു 4 മണിയൊക്കെ ആയ ഒരു സമയമാണ്. അതായത് ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചേട്ടായി ഒന്ന് പുറത്തേക്ക് പോയാണ്, ചേർത്തലയ്ക്ക് പോയാണ് കേട്ടോ. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്, കപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നടുവിന് നീര് വീഴുന്ന സമയങ്ങളിലൊക്കെ കപ്പിങ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാറും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ കവലയെ കൊണ്ടുവന്ന് സൈക്കിൾ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ്. മോന് വർക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ മോൻ്റെ കൂടെ വണ്ടിയിൽ തന്നെ ചേർത്തലയ്ക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോകാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നിപ്പം എനിക്ക് സൂപ്പർ മാർക്കറ്റിലും അക്ഷയിലും ഒന്ന് പോകേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടായി പോയത്. അപ്പോൾ അതേ ഞാനിവിടെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് എനിക്കിനിപ്പം അക്ഷയ സെൻറ്റർ വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പോയതാണ്, പക്ഷെ അന്ന് സൈറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ. അത് ശ്രീ സുരക്ഷയുടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളുടെ രണ്ടുപേരുടെയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിലൊന്ന് കയറ്റണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈറ്റ് വളരെ സ്ലോ ആയിരുന്നു. അപ്പോൾ അത് കാരണം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് പോയപ്പോഴും കുറച്ച് സമയം ഇരുന്നിട്ട് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം നമുക്ക് വീട്ടിൽ പറ വരികയാണ്. നമ്മുടെ കണിച്ചുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ വീടുകളിലൊക്കെ പറ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുറ്റവും നമ്മുടെ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്യണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് മേലെല്ലാം കഴുകി വൈകുന്നേരം ഒന്നുകൂടെ റെഡിയായി. കാര്യം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ മോൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡിയായതാണ്. അപ്പോൾ പറയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കണം. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് ഞാനും മോനും കൂടെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല മികച്ച നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം കൂട്ടുകാരെ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു, ബൈ.